നിങ്ങൾ ഗൂഗിളിൽ ബെസ്റ്റ് സ്കൂൾസ് ഇൻ മൈ സിറ്റി എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിൾ എന്താണ് ചെയ്യുക? നിങ്ങളുടെ നഗരത്തിലെ ടോപ്പ് റേറ്റഡ് സ്കൂൾസ് എല്ലാം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കും. ബെസ്റ്റ് ഹോസ്പിറ്റൽസ് നിയർ മീ എന്ന് സെർച്ച് ചെയ്താൽ മികച്ച ആശുപത്രികളുടെ ലിസ്റ്റ് കാണിക്കും. ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ മികച്ച റേറ്റിംഗിലുള്ള റെസ്റ്റോറൻറ്റുകളാണ് ആദ്യം വരിക. കാരണം ഗൂഗിളിന് ഒരു ജോലി മാത്രമേ അറിയുള്ളൂ: നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അനുയോജ്യമായ ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മനസ്സും ഇതേ രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത്? അതെ, നിങ്ങളുടെ മനസ്സെന്ന ഗൂഗിളിനോട് നിങ്ങൾ ദിവസവും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഭാഗ്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും പ്രശ്നം? എന്തുകൊണ്ടാണ് ആരും എന്നെ മനസ്സിലാക്കാത്തത്? ഒറ്റ മിനിറ്റ്, മനസ്സെന്ന ഗൂഗിൾ അതിനുള്ള ആൻസർ നമുക്ക് കണ്ടെത്തി തരും. അതിനുള്ള തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കും. നമ്മുടെ പഴയ പരാജയങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കും. നിങ്ങളെ വേദനിപ്പിച്ച ആളുകളെ ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ എല്ലാ കുറവുകളും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. കാരണം നിങ്ങളുടെ മനസ്സ് സത്യം അന്വേഷിക്കുന്നില്ല, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള തെളിവുകളാണ് അന്വേഷിക്കുന്നത്. പക്ഷേ നമുക്ക് സെർച്ച് മാറ്റിയാലോ? എങ്ങനെ സെർച്ച് മാറ്റാം? എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് എങ്ങനെ കൂടുതൽ വളരാൻ പറ്റും? അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഗൂഗിളിനെ പോലെ പറയും, ശരി, അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ കണ്ടെത്തി തരാം. അത് പുതിയ അവസരങ്ങൾ കാണിച്ചു തരും, പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുത്തും, പുതിയ പുതിയ ആശയങ്ങൾ നൽകും. കാരണം സെർച്ച് മാറുമ്പോൾ ഉറപ്പായും റിസൾട്ട് മാറും. അതുപോലെ ചോദ്യങ്ങൾ മാറുമ്പോൾ ജീവിതവും മാറും. നിങ്ങളുടെ ജീവിതം മാറ്റം ആദ്യം ചെയ്യേണ്ടത് സാഹചര്യം മാറ്റേണ്ടതല്ല, മനസ്സിൽ നിങ്ങൾ നടത്തുന്ന സെർച്ച് ആണ് ആദ്യം മാറ്റേണ്ടത്. ഗൂഗിളിൽ എന്താണ് സെർച്ച് ചെയ്യുന്നത്, അതാണ് ഗൂഗിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്, ജീവിതം അതിൻ്റെ തെളിവുകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ചിലർ എല്ലായിടത്തും അവസരം കാണും, മറ്റു ചിലർ എല്ലായിടത്തും പ്രശ്നങ്ങൾ കാണും. കാരണം ഗൂഗിൾ മാറിയിട്ടില്ല, ലോകവും മാറിയിട്ടില്ല, സെർച്ച് മാത്രമാണ് മാറിയത്. ഒരു ചെറിയ ഉദാഹരണത്തിൽ നിങ്ങൾ ഒരു വൈറ്റ് കളർ കാർ വാങ്ങുന്നു എന്ന് ആലോചിക്കുക. ആ കാർ മുമ്പെങ്ങും റോഡിൽ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ചതിന് ശേഷം എവിടെ നോക്കിയാലും റോഡിലും പാർക്കിങ്ങിലും യൂട്യൂബിലും ഇൻസ്റ്റാ റീൽസിലും ഒക്കെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച ആ കാറ് തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണ്? നിങ്ങളുടെ ശ്രദ്ധയാണ് മാറിയത്, അല്ലാണ്ട് പെട്ടെന്ന് കാറിൻ്റെ അളവ് വർദ്ധിച്ചതല്ല. വേറൊരു ഉദാഹരണം, ഒരു ഗർഭിണിയായ സ്ത്രീയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗർഭിണിയായതിനു ശേഷം എവിടെ നോക്കിയാലും ഗർഭിണികളെ മാത്രമാണ് കാണുന്നത്. കാരണം ലോകം മാറിയതല്ല, അവരുടെ മനസ്സ് ആ വിവരങ്ങളെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങി. ഇതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. നമ്മുടെ തലച്ചോറിൽ ഒരു അത്ഭുതകരമായ സംവിധാനം ഉണ്ട്. അതിൻ്റെ പേരാണ് റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഇത് ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെയാണ്. ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് വിവരങ്ങൾ നമ്മുടെ കണ്ണും കാതും സ്വീകരിക്കുന്നു. പക്ഷേ അവയെല്ലാം നമ്മുടെ ബോധത്തിലേക്ക് വരില്ല. റാസ് ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്: ഇതിൽ നിനക്ക് പ്രധാനപ്പെട്ടത് ഏതാണ്? നിങ്ങൾ പ്രധാനമെന്ന് കരുതുന്നതാണ് അത് തിരഞ്ഞെടുക്കുന്നത്. ഒരു റിയൽ ലൈഫ് സ്റ്റോറി. 2 പേർക്ക് ഒരേ കമ്പനിയിൽ നിന്ന് ഒരേ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു. ആദ്യത്തെ വ്യക്തി പറഞ്ഞു, എൻ്റെ ജീവിതം തീർന്നു. അവൻ്റെ മനസ്സ് അതിനുള്ള തെളിവുകൾ ശേഖരിച്ചു കൊണ്ടേയിരുന്നു. പ്രായം കൂടിയല്ലോ, ജോലി കിട്ടില്ല, സാമ്പത്തിക സ്ഥിതി മോശമാകും. അവൻ വിഷമത്തിലേക്ക് വീണു. പക്ഷേ രണ്ടാമത്തെ വ്യക്തി ചോദിച്ചു, ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാകുമോ? എന്നിട്ട് പുതിയ പുതിയ സ്കിൽസ് പഠിച്ചു, നെറ്റ്വർക്കിംഗ് തുടങ്ങി. ചില മാസത്തിനുള്ളിൽ മുമ്പത്തേക്കാൾ മികച്ച ജോലി അയാൾക്ക് ലഭിച്ചു. സംഭവം ഒരേ കാര്യമാണ്, പക്ഷേ സെർച്ച് വ്യത്യാസമാണ്. അതുകൊണ്ട് റിസൾട്ടും വ്യത്യസ്തപ്പെട്ടു. ജീവിതം മാറ്റുന്ന ഒരു പരിശീലനം. ഇന്നു മുതൽ ഗൂഗിൾ സെർച്ച് മാറ്റുന്നത് പോലെ മനസ്സിൻ്റെ സെർച്ച് മാറ്റും. നോക്കുക, ഗൂഗിളിൽ ഗാർബേജ് സെർച്ച് ചെയ്താൽ ഗാർബേജ് റിസൾട്ട്സ് തന്നെയാണ് വരിക. മനസ്സിലും അങ്ങനെ തന്നെയാണ്. ഭയമാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഭയം മാത്രമേ നമ്മുടെ മനസ്സിലോട്ട് വരൂ. പ്രശ്നങ്ങൾ സെർച്ച് ചെയ്താൽ പ്രശ്നങ്ങൾ മാത്രം കാണും. പ്രതീക്ഷ സെർച്ച് ചെയ്താൽ അവസരങ്ങൾ കാണും. സ്നേഹം സെർച്ച് ചെയ്താൽ സ്നേഹിക്കുന്ന ആളുകളെ കാണും. വിജയം സെർച്ച് ചെയ്താൽ വിജയത്തിലേക്കുള്ള വഴികൾ തുറക്കാൻ തുടങ്ങും.
നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ആണ്. നിങ്ങൾ അതിനോട് ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്ന ഓരോ സെർച്ച് കമാൻഡ് ആണ്. അതുകൊണ്ട് സെർച്ച് മാറ്റൂ, ഫോക്കസ് മാറ്റൂ. ജീവിതം മാറുന്നത് നിങ്ങൾ കൺമുന്നിൽ കാണും. റിമെമ്പർ, your mind is not finding your future. It is searching for the proof of what you already believe. അതുകൊണ്ട് വിശ്വാസം മാറ്റൂ, ജീവിതം മാറ്റൂ. താങ്ക് യു.